വാർത്തകളിലേക്ക് വിശദമായി. തൃശൂർ ചാലക്കുടി പോട്ട ഫെഡറൽ ബാങ്ക് കവർച്ച കേസിലെ പ്രതി റിജോ ആന്റണിയെ റിമാൻഡ് ചെയ്തു. പ്രതിയെ ബാങ്കിലും സുഹൃത്തിന്റെ വീട്ടിലും എത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തി. കൊള്ളയടിച്ച പണത്തിൽ 10,000 രൂപയൊഴികെ മുഴുവൻ തുകയും കണ്ടെടുക്കാനായി. ബാങ്ക് കവർച്ച പ്രതി റിജോ ആന്റണി ഒറ്റക്കാസൂത്രണം ചെയ്ത് നടപ്പാക്കിയതാണെന്ന നിഗമനത്തിലാണ് പോലീസ് മുന്നോട്ട് നീങ്ങുന്നത്. രാവിലെ മുതലുള്ള ചോദ്യം ചെയ്യലിലും തെളിവെടുപ്പിലും മറ്റു കണ്ടെത്തലുകളും നടത്താനായിട്ടില്ല. എങ്കിലും ആരെങ്കിലും സഹായിക്കാനുള്ള സാധ്യത പൂർണ്ണമായും പോലീസ് തള്ളിയ മട്ടുമില്ല. ബാങ്ക് ജീവനക്കാർ കത്തി കണ്ട് പേടിച്ചുവെന്നും എതിർത്തിരുന്നുവെങ്കിൽ മോഷണത്തിൽ നിന്ന് പിന്മാറുമായിരുന്നുവെന്നും ഇയാൾ പോലീസിനോട് പറഞ്ഞു. പണം മുഴുവൻ എടുക്കാൻ ഉദ്ദേശിച്ചിരുന്നില്ലെന്നും ആവശ്യമുള്ള പണം കൈക്കലാക്കി ഉടൻ രക്ഷപ്പെടുകയായിരുന്നു ലക്ഷ്യമെന്നും റിജോ ചോദ്യം ചെയ്യലിൽ പോലീസിനോട് പറഞ്ഞു. റിജോ പണം കടം വാങ്ങിയ സുഹൃത്തിന്റെ വീട്ടിലും ഫെഡറൽ ബാങ്ക് ശാഖയിലും പോലീസ് തെളിവെടുപ്പ് നടത്തി. 12 ലക്ഷം രൂപ റിജോയുടെ വീട്ടിൽ നിന്നും 2,90,000 രൂപ റിജോ പണം തിരിച്ചു നൽകിയ സുഹൃത്തിന്റെ വീട്ടിൽ നിന്നും കണ്ടെടുത്തു. മോഷണ സമയത്ത് ബാങ്കിന് സമീപം വന്ന മൊബൈൽ ഫോണുകളുടെ വിശദാംശങ്ങളാണ് റിജോയിലേക്ക് വഴി തുറന്നത്. ഒരു നിശ്ചിത നമ്പർ ടവർ ലൊക്കേഷനിൽ അടുപ്പിച്ചു വരുന്നതായി കണ്ട പോലീസ് ഇതേക്കുറിച്ച് അന്വേഷിക്കുകയും പിന്നീട് പ്രതിയിലേക്ക് എത്തുകയും ചെയ്തു. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ 1000-ഓളം CCTV ദൃശ്യങ്ങളാണ് പരിശോധിച്ചത്. ബാങ്കിൽ നിന്ന് കവർച്ച ചെയ്ത 15 ലക്ഷം രൂപയിൽ 10,000 രൂപയൊഴികെ വീണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മോഷണത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ പോലീസിന് ആശയക്കുഴപ്പമുണ്ടാക്കാൻ പ്രതിക്ക് കഴിഞ്ഞുവെങ്കിലും സാങ്കേതിക വിദ്യയിൽ ഊന്നിയുള്ള അന്വേഷണത്തിൽ പോലീസ് പിന്നീട് അതിനെ മറികടന്നു. ന്യൂസ് 18 തൃശൂർ.